ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊരു അജണ്ട കുറച്ച് കാലമായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അത് BJP ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അപ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ അത് വൈകാതെ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്നും പ്രതിപക്ഷം അതിനെ ശക്തമായിട്ട് എതിർക്കുമെന്നും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം കണ്ടു തോന്നുന്നു. അപ്പം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംവിധാനം ഒരുക്കാണ് മോഡി. കുറെ കാലങ്ങളായിട്ട് ശ്രമിക്കേണ്ടതിന് എന്ത് തോന്നുന്നു, എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം, എന്താണ്? ആദ്യം നമുക്ക് അതിന്റെ ന്യൂസ് വന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കാം. അതെ, ചെലവ് ചുരുക്കുക, ഒപ്പം തന്നെ വികസനം, രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയം പറയുമ്പോൾ അത് എടുത്തു പറയുന്ന ചില ഘടകങ്ങൾ അതൊക്കെയാണ്. അതിലേക്ക് വേണ്ടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പോളിസി നടപ്പാക്കുന്നത് എന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് പ്രതിപക്ഷം? വളരെ വിമർശന സ്വരം ഉയർത്തിക്കൊണ്ടവർ അതിനെ എതിർക്കുന്നതിനുള്ള കാരണം എന്താണ് ബൽറാം? അനുജ, ഈ ഒരു രാജ്യം ഒരു കുറിച്ച് വരണുള്ളൂ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചർച്ചകൾ അതായത് ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ട് BJP സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെലവ് ചുരുക്കാൻ പറ്റും വെച്ചാൽ ചെലവ് നന്നായി ചുരുക്കാൻ പറ്റും. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശം. ഇപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ആക്കുമ്പോൾ കിട്ടുന്ന ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന കുറേ എന്താ പറയുക പോസിറ്റീവ്സുകളുണ്ട് ഇലക്ഷനുകളിൽ. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പിന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. അമേരിക്കയെ പോലെ തന്നെ ഒരു ഫെഡറൽ സംവിധാനം, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗവൺമെൻറ്റുകളും ഈ രണ്ട് ഗവൺമെൻറ്റുകളെയും എന്താ പറയുക കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പല ഭരണങ്ങളും പല സംവിധാനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ മുകളിൽ കുറേ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ചും കൂടി ഫോഴ്സ് ചെയ്യാൻ പറ്റും. അതായത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളാണല്ലോ ഈ BJP ഗവൺമെൻറ് കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തുന്നതും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത്. കേരളം, തമിഴ്നാട് പോലെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ, അവരെ ഒന്ന് വരുതിയിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളായിട്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ BJPയുടെ കാഞ്ഞ ബുദ്ധി എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യയിൽ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളം ഒഴികെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് സംസ്ഥാനം, തമിഴ്നാട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ BJPക്ക് വൻ പവറുള്ള സ്ഥലങ്ങളാണ്. വൻ പവറുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വോട്ട് കിട്ടി ജയിക്കണോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ജയിക്കുന്നുണ്ട് അല്ലേ പലതരത്തിൽ. അതായത് എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു പോകണം. അവിടെ പല ആളുകളും ചെലവ് ചുരുക്കിയല്ലേ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ഷൻ ഓഫീസിന് മുമ്പിൽ നടക്കുന്ന അക്രമങ്ങൾ. അതായത് അവരെന്നെ വോട്ട് ചെയ്യുക. ഈ ഇലക്ഷൻ പോലും വന്നിട്ടില്ല എന്നത് പേര് വിളിക്കുന്ന ഒരാൾ തന്നെ വോട്ട് ചെയ്യണം. ഒരാൾ എത്ര വോട്ട് ചെയ്യണം? 5, 10, 15 വോട്ടൊക്കെ ഒരാൾ ചെയ്യണത്. കാരണം ചോദിക്കാൻ ആളില്ല. അവിടെ ഇരിക്കുന്ന ഓഫീസർമാർ, അവിടെ പുറത്തിരിക്കുന്ന ആളുകൾ, അവിടെ ചുറ്റുപാടിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇവരാ. എന്നിട്ട് ഇവർ ഓരോ പേര് വിളിക്കണ ടിക്കറ്റിന് ഓരെന്നെ ചെയ്യണത്. അതായത് ഒരാൾ തന്നെ 15 വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5 വോട്ട് ചെയ്യാറില്ല. 5 വോട്ടും പോകണ ആർക്കാ BJPക്ക് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം വേറെ ഏതൊരു സംസ്ഥാനത്ത് നടക്കുമോ? BJPക്ക് അത്രയും പവറുള്ള സംസ്ഥാനങ്ങളിലാണ്. അതും തല്ലി അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ച് മേടിക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാൾക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ തെമ്മാടിത്തരം കാണിക്കാൻ പറ്റുന്ന ഒരുപാട് സംസ്ഥാനങ്ങളും ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലല്ലേ ഇവർ വോട്ട് എടുക്കുക അല്ലേ? ഇപ്പം വോട്ട് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എത്ര വോട്ടിംഗ് മെഷീൻ കറക്റ്റായിട്ട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് വോട്ട് ചെയ്ത് ഏത് പരിപാടിനെ കുത്തിയാലും ശരി, അത് കോൺഗ്രസ് കുത്തിയാലും ശരി, ഞാൻ കുത്തിയാലും ശരി, കത്തുന്നത് താമരയാണ്. അപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർക്ക് ഈ എന്താ പറയുക, അവരുടെ കള്ളത്തരങ്ങളും അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ മാക്സിമം അവർ ചെയ്ത് മാക്സിമം വോട്ട് അവിടെ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ വിജയമുള്ള ആളുകൾ അതിനെ നടക്കുള്ളൂ. ഒരു രാജ്യത്ത് ഒരൊറ്റ സമയത്ത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഇവർക്ക് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. ഇത്തരത്തിലല്ലേ സീറ്റ് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ചെറിയ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളമൊക്കെ, ഞാൻ ചെറിയ സംസ്ഥാനം എന്ന് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇപ്പം ഉണ്ടോ? ഇല്ല. സ്ഥലങ്ങളിൽ കുറച്ച് ആളുകൾ ഉണ്ടാകും, പക്ഷെ ഭരിക്കുന്ന സംസ്ഥാനം ഇല്ല. അതുപോലെ കോൺഗ്രസ് ആണെങ്കിൽ പോലും ഒന്നുമല്ലാത്ത ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം ചോദിക്കാനുള്ള ആൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ആണ്, പക്ഷെ അതിനുള്ളൊരു പവർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരൊരു രാജ്യത്ത് ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജ്യം മൊത്തം അവരുടെ കൺട്രോളിലാവൂലേ? ഈസി ആയിട്ട് ചെയ്തൂടെ? പിന്നെന്താ, പിന്നെ ആർക്കൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം തന്നെ അവരൊരു എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉള്ളതുകൊണ്ട്
കുറെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ കുറെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്തായിരുന്നു, ഇവര് മാത്രം ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു, നമുക്ക് ഇല്ല. അങ്ങനത്തെ ഒരു സമയത്ത് ഇവർ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? അത് NRC അടക്കല്ലേ, പല സംഭവങ്ങൾ. പിന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇവർ, പച്ചയ്ക്ക് എത്രയോ ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത് നമുക്കറിയാം. എന്താ പറഞ്ഞിട്ടുള്ളത്? മുസ്ലിങ്ങൾ രാജ്യം വിട്ട് പോട്ടെ, അവിടെ ഹിന്ദുക്കൾ മാത്രം മതി. ഇനിയിപ്പോൾ ഹിന്ദുക്കൾ മാത്രം മതി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ താഴ്ന്ന ജാതി മേലജാതിക്ക് വരില്ലേ? എന്തായാലും വരും സവർണറല്ലേ, ആ സംഭവം സ്വാഭാവികമായിട്ട് വരും. അവർക്ക് അത് തന്നെയാണ് വേണ്ടത്. അതിപ്പോ മനസ്സിലാവില്ല, എല്ലാരും പോയി കഴിഞ്ഞാൽ സവർണ ഹിന്ദുത്വമാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരെ. സുരേഷ് ഗോപി അടക്കം എത്ര തവണ സംസാരത്തിൽ മാറി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നല്ല പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവർക്ക് ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇതിനോട് സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുന്നത്, ഇനിയിപ്പോൾ ആൾക്കാരെ എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. അതായത് ഇവരുടെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് ഇവരുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, വിചാരധാരയിലൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് ഒരു വീഡിയോ ഒക്കെ എത്ര വൈറലായിരുന്നു നമുക്കറിയാം. വിചാരധാര ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് തുറന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അതിൽ പറയുന്നുണ്ട് ഇവരുടെ ഏറ്റവും വലിയ ശത്രു, ഒന്നാമത്തെ ശത്രു ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടത് മുസ്ലിങ്ങളെയാണ്, 2 കമ്മ്യൂണിസ്റ്റുകാരാണ്, 3 ക്രിസ്ത്യൻസ് ആണ്. അതായത് വ്യക്തമല്ലേ, ഒരാൾക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടെങ്കിൽ, കോൺഗ്രസിന് അതുപോലെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ള പുസ്തകമാണ് ഈ വിചാരധാര. അപ്പോൾ അത് ബേസ് ചെയ്ത് ഇവർ പോകുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഇവരുടെ ഒന്നാമത്തെ ശത്രുക്കളാണ് എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാർ ഇവരുടെ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ, ക്രിസ്ത്യൻസ് ഇവരുടെ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ, പിന്നെ ഇവിടെ ഉള്ളത് മറ്റൊരു മതേത സ്വാഭാവികമായിട്ടും ഹിന്ദുസാണ്. എന്നാൽ എല്ലാ ഹിന്ദുസിനും ഇത് സമ്മതിക്കുന്നുണ്ടോ? ഇവർക്കെതിരെ നിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ കാണുന്ന, അല്ലേ, മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ഹിന്ദു സഹോദരന്മാരിവിടെ ഉണ്ട്. നമുക്ക് തന്നെ എത്ര കൂട്ടുകാരുണ്ട്. ഇവരൊക്കെ ഇവിടെ ഒറ്റപ്പെടൂലേ? അതായത് BJP എന്ന് പറയുന്ന ഒരു സംഭവം, മതമൊന്നുമല്ല ഇവിടെ കാര്യം. പറയുമ്പോൾ അത് പറയേണ്ടത് മതത്തിനെ യൂസ് ചെയ്യുന്നുണ്ട് മാത്രമേ ഉള്ളൂ. BJP എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ അവരുടെ വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതും ഈ താഴ്ന്ന ജാതി മേലജാതിയൊക്കെ പുറത്തേക്ക് വരും. അപ്പം ഇത്തരത്തിൽ ഇവരൊരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമുക്കറിയാം അത് ചെലവ് ചുരുക്കാനൊന്നുമല്ല, അതിനൊക്കെ എത്രയോ വഴികളുണ്ട്. BJPയുടെ പ്രധാന വേറൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നിലവിൽ BJP ആണ്. ഇപ്പോൾ 29 സംസ്ഥാനങ്ങൾ, 28 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ മുഴുവനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ ഒരുപോലെ സ്വാധീനമുള്ളത്, ഇന്ത്യ ഒട്ടാകെ സ്വാധീനമുള്ളതും സ്ഥാനാർത്ഥികൾ നിർത്തുന്നതും ഇലക്ഷൻ പ്രചരണം നടത്തുന്നതും ഒക്കെ BJP ആണ്. കോൺഗ്രസ് ഒന്നും പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്താനുള്ള സംവിധാനം ഇല്ലാത്ത പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ CPM-ന്റെ ഒക്കെ അവസ്ഥ കേരളത്തിൽ മാത്രമേ, പിന്നെ തമിഴ്നാട്ടിലും മറ്റേ പ്രാദേശികമായിട്ടുള്ള പാർട്ടികളാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യ മൊത്താകെ എടുത്ത് നോക്കുമ്പോൾ BJP ആണുള്ളത്. അപ്പൊ ഈ BJP ഗവൺമെന്റിന് ഒരു ഇലക്ഷൻ നടത്താന്ന് പറയുന്നത് കോടികളുടെ എക്സ്പെൻസ് ആണ്. അതായത് പാർട്ടി, രാഷ്ട്രീയ പാർട്ടിക്ക്, മറ്റു സർക്കാരിന്റെ പൈസയാണ്, അവർക്ക് മുടക്കൊന്നുമില്ലല്ലോ. ഇതെന്താ വെച്ചാൽ ഇപ്പം 28 സംസ്ഥാനങ്ങൾ, ഇപ്പം ഒരു സംസ്ഥാനം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് അടുത്ത സംസ്ഥാനത്ത് നിയമസഭ ഇലക്ഷൻ വരും, അത് കഴിഞ്ഞ് അടുത്ത നിയമസഭ വരും. അപ്പം നിരന്തരമായിട്ട് ഇലക്ഷൻസ് വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പം അതും കൂടിയാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ പൈസ ചിലവാക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, എന്ത് ബോണ്ടാ നിർത്തലാക്കിയത്, കോടതി വിധി വന്നിട്ട് CPM-ന്റെ നിയമ കേസ് കൊടുത്തിട്ട് CPM മാത്രമാണല്ലോ പൈസ വാങ്ങാത്തത്, എന്തൊരു ഇലക്ഷൻ ബോണ്ടോ ഏത് എമൗണ്ട് ഉണ്ട്. അപ്പൊ അതൊന്നും ഇനി കിട്ടാത്തൊരു സാഹചര്യം വരാൻ പോവാണ്. അപ്പം അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു കുറവുകൾ വരും, സോഴ്സിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ അതും ഇതിന്റെ മുമ്പിലുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിൽ നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഒരുമിച്ച് നടക്കുമ്പോൾ അവിടെ ഫൈറ്റ് വരുന്നത് BJP-യും CPM-ഉം തമ്മിലായിട്ട് വരും. ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. മറ്റ് ഗുജറാത്ത് പോകുമ്പോൾ CPM-നോ അല്ലെങ്കിൽ ഒരു പ്രസക്തി ഉണ്ടാവില്ല, അവിടെ കോൺഗ്രസും BJP-യും തമ്മിൽ വരും. അപ്പം എന്താ പറയുക, 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രണ്ടാമതൊരു ഓപ്ഷനായിട്ട് BJP-ക്ക് വളരാൻ പറ്റും. ഒന്നാമതുള്ള സ്ഥലത്ത് ഓൾറെഡി അവർ ഒന്നാമത് തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ശക്തി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും ഈ ഇലക്ഷനിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മോദിയെ പോലെയുള്ള അമിത്ഷാനെ പോലെയുള്ള വലിയ നേതാക്കൾക്ക് കൂടുതൽ പ്രചരണം നടത്താനും കൂടുതൽ ഒരുമിച്ച്, ഇപ്പോൾ കേരളത്തിൽ വന്ന് പ്രചരണം നടത്തി കഴിഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷനും അതുപോലെ നിയമസഭാ ഇലക്ഷനും ഒരുമിച്ച് പ്രചരണം നടത്താൻ പറ്റും. അപ്പം പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, അത് പാർലമെന്റ് ഇലക്ഷൻ ആയതുകൊണ്ടാണ്. നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ജയിക്കൂല. അപ്പം രണ്ടും ഒരുമിച്ച് നടക്കുമ്പം അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ട് അവിടെ നിയമസഭാ സീറ്റും കൂടി ഉണ്ടാക്കാൻ പറ്റും.
അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സാധനമാണ് ഇവര് വെച്ചിട്ടുള്ളത്. അല്ല ഞാൻ ചോദിക്കണത് ഇവിടെ കമന്റിൽ വന്നൊരു സംഭവം ഉണ്ടോ, അതായത് പ്രതിപക്ഷമല്ലോ ഇത് അംഗീകരിക്കേണ്ടതെന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. പ്രതിപക്ഷം അല്ലല്ലോ ഇത് അംഗീകരിക്കേണ്ടതെന്ന്, അതായത് ബിജെപിനെ സപ്പോർട്ട് ചെയ്താണ്, അല്ലല്ല ബിജെപിനെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. അംഗീകാരം വേണ്ട കാരണം ഇങ്ങനെ കുറെ ഡയലോഗ് ഇത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ബിജെപിനെ സപ്പോർട്ട് ചെയ്താണ്. അതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നൈസ് ഗുഡ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടും അതുപോലെ മോദി സർക്കാരിന്റെ നല്ല തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ താഴെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷമല്ല, അത് പ്രതിപക്ഷം എതിർക്കുന്നൊരു കമന്റ് വന്നപ്പോൾ പ്രതിപക്ഷമല്ലല്ലോ അംഗീകരിക്കേണ്ടതുകൊണ്ട് സാധനം. ഞാൻ ചോദിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഈ ബിജെപിക്ക് ഒരു സംഭവം ഉണ്ട്, ഇതൊരു ചർച്ചാ വിഷയമാക്കും അങ്ങനെയൊന്നുമില്ല. ഇവർ ഡയറക്റ്റ് കൊണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പറയാണ്, അടിച്ചേൽപ്പിക്കാൻ പോകുന്ന സംഭവം അങ്ങനെയാണ് ചെയ്യുന്നത് പലപ്പോഴും. അത് പിന്നീട് ജനങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷമല്ല എന്നുള്ള പറയാനൊന്നും പറ്റില്ല, പ്രതിപക്ഷം അവിടെ സ്ട്രോങ് തന്നെയാണ്, പ്രാവശ്യം സ്ട്രോങ് ആണ്, തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, ഡിഫെൻഡ് ചെയ്യും. പിന്നെ മാത്രമല്ല അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ നിലവിലെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് പാസ്സാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം രാജ്യസഭയാണെങ്കിലും ലോക്സഭ ആണെങ്കിലും ഇവർക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷെ ഡിഫൻസ് ചെയ്യുന്നതും കോടതി നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം അത് പ്രായോഗികമാക്കാൻ പറ്റും. അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം എന്താണ്, ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇവരുടെ ആളുകൾ തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പം അവരുടെ ഒരു തീരുമാനം എന്താണെന്നുള്ളതൊക്കെ അത് അറിഞ്ഞ് ഭാവിയിലായിരിക്കും. അത് ഒറ്റയടിക്ക് നാളെ അടുത്ത ഒറ്റ ഇലക്ഷൻ ആക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ടൈം ബോണ്ടായിട്ട് ചെയ്യാൻ കഴിയില്ല. എന്തായാലും അതിൻ്റെ ഒരു പ്രോസസ്സിങ് കുറച്ച് സമയമെടുക്കും. ഒരു 5-10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ ചിലപ്പോൾ ഒരു റിസൾട്ട് കാണാൻ പറ്റുക. അപ്പം എന്താണെങ്കിലും ഇവർ ഫ്യൂച്ചറിലേക്ക് കാണാണ്. ഇപ്പൊ 100 വർഷം തികയാണല്ലോ RSSന്റെ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇവര് ഫ്യൂച്ചറിലാണ്, ഇവരൊന്നും നാളേക്ക് വേണ്ടി ചെയ്യുന്നില്ല. 10 വർഷം മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ബില്ലാക്കി ഇപ്പഴാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അവർ പതുക്കെ ജനങ്ങളിലേക്ക് തന്ന് അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാര്യം. ഒരു കാര്യം തരുമ്പോ ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് വരുന്നവർക്ക് അറിയാം. ആ എതിർപ്പ് അത് ഉണ്ടാക്കിയിട്ട് അത് കുറച്ചൊന്നും ഒതുങ്ങുമ്പോൾ പിന്നെയും തന്ന് വീണ്ടും എതിർത്ത് ഇത് ഒരു 10 വട്ടം ഇതിങ്ങനെ നിന്നും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് പിന്നെ ഇതൊരു വിഷയമല്ലാണ്ടാവണം. അവസാനം എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു അവസ്ഥ. അത് നമ്മൾ എതിർത്ത് നമ്മൾ മടുക്കും, പക്ഷെ അവരെ ചെയ്യുന്നില്ല. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കണത്. അതായത് ജനങ്ങളുടെ പൗരാവകാശം ഹനിക്കുന്ന രീതിയിലാണ് എല്ലാ സമയത്തും ഇവരൊരു ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെലവ് ഈ പറഞ്ഞ പോലെ ചെലവ് ചുരുക്കാവുന്നേ ഉള്ളൂ, പക്ഷെ ചെലവ് മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്. ആർഭാടങ്ങൾ കുറച്ചാൽ പോരെ, എത്ര ആർഭാടങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ചാൽ പോരെ. അതൊരു എന്താ പറയാ ഭംഗി വാക്ക് പറഞ്ഞിട്ട് സംഭവം നടപ്പിലാക്കാം. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് പോകുമ്പോൾ വാർഡ് മെമ്പറിനെ തിരഞ്ഞെടുക്കാം, ബ്ലോക്ക് മെമ്പറിനെ തിരഞ്ഞെടുക്കാം, ജില്ലാ മെമ്പറിനെ തിരഞ്ഞെടുക്കാം. 3 വോട്ടാണ്. അതുപോലെ ഇനി നിയമസഭ MLA MP ഒരുമിച്ച് തിരഞ്ഞെടുക്കേണ്ടി വരും. അതാണ് ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ഗുണം കിട്ടുന്നതാണ്. കാരണം ഇന്ത്യ ഒട്ടാകെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് നിലവിൽ എന്തുകൊണ്ടോ അത് അവരുടെ കഴിവുകേടോ അവരുടെ എന്തോ ആയിക്കോട്ടെ, ഇന്ന് ഇന്ത്യയിൽ BJP ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ബെനഫിറ്റ് ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് BJPക്ക് മാത്രമായിരിക്കും. കോൺഗ്രസിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് അങ്ങനത്തെ നിലയിലേക്ക് വന്നു. അപ്പം പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾക്ക് വലിയ അടി കിട്ടും. ലീഗിനെ പോലെയുള്ള, CPM പോലെയുള്ള, DMK പോലെയുള്ള, അല്ലെങ്കിൽ TRS പോലെയുള്ള ചെറിയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൽ ചെറിയ പാർട്ടികൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഇന്ത്യ മുന്നണിയൊക്കെ BJPക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നവർക്ക് അറിയാം. അപ്പൊ അവരിതൊക്കെ പ്ലാൻഡ് ആണ്. കാരണം ഇപ്പോഴേ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ സത്യം പറഞ്ഞാൽ കുറച്ച് വന്നിട്ടുണ്ട്. ഞാൻ അത് ഇപ്പൊ എന്തൊക്കെ പറയാം, രാഹുൽ ഗാന്ധി ഒക്കെ ചില സ്ഥലങ്ങൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും. കാരണം അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ഇതേപോലെ സംഭവിക്കുമ്പോൾ ഇന്ത്യ മുന്നണി കുറച്ചും കൂടെ 20-25 സീറ്റും കൂടി ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒരു തുലാസിലാണ് ഈ അടുത്ത പ്രാവശ്യത്തേക്ക് ഭയങ്കര സ്ട്രോങ് ആവും. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പേടിയാണ് ഇവരെ ഇതിലേക്ക് ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അടുത്ത വർഷം. അങ്ങനെ അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ ഇവർ ഈ കണ്ടറിഞ്ഞിങ്ങനെ കാര്യം നമ്മൾ എത്ര കണ്ടതാണ് മോദിന്റെ ഒക്കെ ഓരോ ഐഡിയാസ്. അത് എന്താ എനിക്ക് ഇപ്പോഴും എന്താ വെച്ചാലേ ഇതൊക്കെ അറിയെങ്കിലും BJP സപ്പോർട്ടേഴ്സ് സമ്മതിക്കൂലേ, കേറി വരകാണല്ലോ, ആ കയറി നിരങ്ങി ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണ്. അവരും ഈ പറയുന്ന ഇന്റൻഷൻ തന്നെയാണല്ലോ, ഈ നേതാക്കളുടെ ഇന്റൻഷൻ തന്നെയാണല്ലോ അണികൾക്കും ഉണ്ടാവുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്താവും എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണാം. ഇന്ത്യയുടെ 2 സംസ്ഥാനത്ത് ഒരുമിച്ച് ഇലക്ഷൻ നടത്താൻ പറ്റുന്നില്ല, അപ്പോഴാണ് രാജ്യം മൊത്തം. അതിനുള്ളൊരു ഫോഴ്സ് ഇന്ത്യയിലില്ല. ഇത് ഒരുമിച്ച് നടത്താനോ ഒക്കെ ഒരു ദിവസം നടത്താനല്ല, ഒരു ടൈം പീരീഡിൽ നടത്താനാണ്. ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിൽ 2 മാസത്തെ പ്രോസസ് ആണല്ലോ. അതുപോലെ ഒരു ടൈം പീരീഡ് ഒക്കെ വെച്ചിട്ട് നടത്താനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ പറയുന്ന നിയമക്കുരുക്കുകളും എന്താ പറയാ സുരക്ഷാ വീഴ്ചകളും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ത്യയിൽ ഇപ്പോൾ എത്ര പോലീസുണ്ട്, എത്ര പട്ടാളക്കാരുണ്ട്? ഈ രാജ്യത്ത് എല്ലാം ഒരുപോലെ വിന്യസിക്കാൻ പറ്റുന്ന അത്രത്തോളം ആളുകൾ ഇന്ത്യയിലില്ല, നമ്പറില്ല.
അപ്പൊ അതൊക്കെ പ്രശ്നമാണ്. അല്ല, എങ്ങനെയാവും വോട്ടിംഗ് എന്താവുന്നുള്ളത് മെഷീൻ ഒറ്റത്തവണ മറിച്ചാൽ മതി. അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഉപകാരമായിട്ട് ഞാൻ കണ്ടല്ലോ. ഒറ്റത്തവണ ചെയ്താൽ മതിയല്ലോ, ഇത് ഇങ്ങനെ ഓരോ സമയത്ത് അതിനായിട്ട് മെനക്കെട്ട് നിൽക്കണ്ട. അതല്ലേ പറഞ്ഞത്, Risk ഒന്നുമില്ല. ഓരോ സംസ്ഥാനത്ത് ഇലക്ഷന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് കഴിയുമ്പോ ഒന്ന് വരികയാണ്, ഇവർക്കൊരു ഫ്രീ ടൈം Free time കിട്ടും. കിട്ടും. അതാണ് പറഞ്ഞത്. ഇനിയിപ്പോ 1-2 വർഷം കഴിഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും വന്നു, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ വരും. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടേ നിൽക്കണം. 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഒന്നല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിരന്തരമായിട്ട് ഇലക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്തായാലും 1-2 വർഷത്തേക്ക് ഒരു ഇലക്ഷൻ പറയുമ്പോൾ 1 വർഷം 2 വർഷം മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ തുടർച്ചയായിട്ട് ആ പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണത്. അല്ല, ഒറ്റ കാര്യം പറയാനുള്ളൂ, ഫൈനലി ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പോൾ ഇതിൽ കമന്റിൽ പറഞ്ഞ പോലെ അതിന് പ്രതിപക്ഷമല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എന്തും ചെയ്യാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നിലവിൽ ഇവിടെ ഇല്ല. ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല എന്നുള്ളത് പറയാനുള്ളത്. ആ ചിന്തയൊക്കെ BJP മനസ്സിൽ വെച്ചാൽ മതി അല്ലേ? അതെ.